ക്ഷേമ പെൻഷൻ വിതരണത്തിൽ രാഷ്ട്രീയവൽക്കരണമെന്ന് പരാതി. എറണാകുളം പള്ളുരുത്തി മണ്ഡലം സഹകരണ ബാങ്കിലെ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് പരാതി ഉയർന്നത്. CPIM അനുഭാവിയായ ഗുണഭോക്താക്കളുടെ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നില്ല എന്നാണ് ആരോപണം. മുൻ LDF കൗൺസിലർമാർ സർക്കാർ പെൻഷൻ പാർട്ടിവൽക്കരിക്കുകയാണ് എന്നാണ് ആക്ഷേപം. അബ്ദുൾ റഹീം ചേർന്ന വിവരങ്ങളുമായി. അബ്ദുൾ റഹീം, ഇങ്ങനെയുള്ള ആക്ഷേപത്തിൽ കഴമ്പുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഇതിൽ അർഹമായവർ ഉണ്ടല്ലോ, അവരുടെ കൈകളിലേക്ക് നിലവിൽ പെൻഷൻ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്കൊന്നും ഇപ്പോൾ പെൻഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള അവസ്ഥയാണോ? എന്താണ് വിശദാംശങ്ങൾ? ശാവലി, പ്രധാനമായും ഈ പള്ളുരുത്തി മേഖലയിൽ ഈ പറയുന്ന പോലെ തന്നെ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. കോൺഗ്രസ് പ്രവർത്തകരാണ് നിലവിൽ സഹകരണ വകുപ്പ് മന്ത്രിക്ക് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഈ ക്ഷേമ പെൻഷനുകൾ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വീടുകളിൽ എത്തിച്ച് നൽകണം എന്ന സർക്കാരിന്റെ ഉത്തരവ് നിലനിൽക്കെ തന്നെ ഇത് അതായത് CPM-ന്റെ ഓഫീസുകൾ അല്ലെങ്കിൽ CPM-മായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ LDF-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വെച്ച് വിതരണം ചെയ്തുകൊണ്ട് ഇത് രാഷ്ട്രീയവൽക്കരിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് എന്നാണ് ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സെക്രട്ടറിക്കടക്കം, അതായത് പള്ളൂരുത്തി മണ്ഡലം സഹകരണ ബാങ്ക് ഭരിക്കുന്നത് നിലവിൽ CPM ആണ്. ആ CPM-ന്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിച്ച് നൽകണം എന്ന സർക്കാരിന്റെ ഉത്തരവ് നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇടപെടൽ വേണമെന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഇതിലൊരു ഇടപെടൽ വേണം എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. ഏതായാലും ക്ഷേമ പെൻഷനുകൾ രാഷ്ട്രീയവൽക്കരിക്കാനുള്ളൊരു നീക്കമാണ് ഇതിലൂടെ നടക്കുന്നത് എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള വിജേഷാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി സഹകരണ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുള്ളത്. ശ്യാമിലി. ശരി, അബ്ദുൾ റഹീമാണ് വിവരങ്ങൾ നൽകിയത്.